നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലി തമ്മിലടി. കേരള കോൺഗ്രസ് തമ്മിലാണ് തർക്കം. തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജോസഫ് വിഭാഗത്തിനെതിരെ നീലേശ്വരം നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ചതിയന്മാർക്ക് സീറ്റില്ലെന്നും തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇത്തരത്തിൽ പോസ്റ്ററുകൾ അടക്കമാണ് ഈ ഒരു തൃക്കരിപ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസിന്റെ ആദ്യഘട്ട സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിലെ തന്നെ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയിരിക്കുന്ന സീറ്റാണ് തൃക്കരിപ്പൂരിലേത്. പക്ഷേ ഇത്തവണ തൃക്കരിപ്പൂരിലെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ഈ പ്രധാനമായും ഈ പോസ്റ്ററിൽ ആവശ്യപ്പെടുന്ന കാര്യം. കാലാകാലങ്ങളായി ജോസഫ് വിഭാഗത്തിനാണ് ഈ സീറ്റ് നൽകിക്കൊണ്ടിരുന്നത്. ഈ UDFന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ഈ സീറ്റ് നൽകിയിരുന്നത്. അതിനുശേഷം മാണി വിഭാഗം LDFിലേക്ക് പോയ ഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് കൈമാറുകയായിരുന്നു. പക്ഷേ ഈ സീറ്റ് കൈമാറിയിട്ടും തിരഞ്ഞെടുപ്പുകളിലൊന്നും കാര്യമായ മെച്ചമുണ്ടാക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല CPMുമായി അന്തർധാര ഉണ്ടാക്കുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നീക്കുപോക്കുകൾ നടത്തുന്നു എന്നാണ് ഈ പ്രധാനമായും ഈ പോസ്റ്ററിൽ ആരോപിക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ പതിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്നേഹികൾ എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മുന്നണിയെ ഒറ്റുകൊടുക്കുന്ന കാട്ടുകള്ളന്മാർക്ക് തൃക്കരിപ്പൂരിൽ വോട്ടില്ല എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. മാത്രവുമല്ല ആർക്കും വേണ്ടാത്ത മാലിന്യങ്ങളെ ചുമക്കാനുള്ള ചവറുകൂനയല്ല തൃക്കരിപ്പൂരെന്നും പരാമർശം നടത്തിയിട്ടുണ്ട്. എന്തായാലും തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ കണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് കൂടി ഇടവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രവുമല്ല ഈ പോസ്റ്ററിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് കോൺഗ്രസ് കാസർഗോഡ് പ്രസിഡന്റ് ഇത്തരത്തിൽ വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ ഭരണം നേടിക്കൊടുക്കുന്നതിൽ LDFന് കൈവിട്ട സഹായങ്ങൾ നൽകിയെന്ന ഗുരുതര ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമായ മറുപടി പറയേണ്ടി വരും. എന്തായാലും കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിക്കെതിരെ കോൺഗ്രസ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിൽ UDFൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിൽ കൂടിയാണ് ഇപ്പോൾ നേതാക്കളുള്ളത്. എന്തായാലും തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം നമുക്കറിയുന്നത് പോലെ കാലാകാലങ്ങളായി LDFന് വളരെ ഭൂരിപക്ഷം നൽകിയിരിക്കുന്ന വ്യക്തമായ ആധിപത്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDFന് വലിയ രീതിയിലുള്ള ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലടക്കം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കോൺഗ്രസിന് കാലങ്ങൾ കഴിയും തോറും ഒരു മേൽക്കൈ ഉണ്ടായി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, പഴയതിൽ നിന്ന് വിഭിന്നമായി ഒരു മേൽക്കൈ ഉണ്ടായി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കണമെന്നും ഇവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നു. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി കൈവശം വെച്ചിട്ടുള്ള ഒരു സീറ്റ് ഇത്തരത്തിൽ നഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രവർത്തനത്തിനും CPM തയ്യാറാകില്ല. ഇവിടെ കരുത്തരായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ഇത്തവണയും നിയമസഭാ സീറ്റ് പിടിക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് LDF. അതിനുവേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു പ്രദേശം കൂടിയാണ് തൃക്കരിപ്പൂർ. അതുപോലെ തന്നെ കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ ശക്തമായ പ്രവർത്തനം നടത്താനും കൂടുതൽ അണികളെ ആകർഷിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരഞ്ഞെടുപ്പുകളിൽ CPMുമായി അന്തർധാര ഉണ്ടാക്കുന്നു എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഈ പടലപ്പിണക്കങ്ങൾ മറനീക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തൃക്കരിപ്പൂർ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ
കോൺഗ്രസ് സ്നേഹികൾ എന്ന പേരിൽ പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ വികാരം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദീപ്തി, ശരി. കാസർഗോഡ് തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലിയാണ് കേരള കോൺഗ്രസ് തർക്കം ഉടലെടുത്തിരിക്കുന്നത്. തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജോസഫ് വിഭാഗത്തിനെതിരെ നീലേശ്വരം നഗരത്തിൽ പോസ്റ്ററുകളടക്കം പ്രത്യക്ഷപ്പെട്ടു. ചതിയന്മാർക്ക് സീറ്റില്ലെന്നും തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.